1974-75 കാലഘട്ടത്തിൽ ഇരുമ്പത്ത് ആദ്യമായിക്കൊണ്ട് ഗവൺമെൻറ് ഹൈസ്കൂൾ പിറവിയെടുക്കുകയാണ്. ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും ഉദിച്ചു വരുന്ന ഒരു നക്ഷത്രമാണ് ഇരുമ്പ് ഗവൺമെൻറ് ഹൈസ്കൂൾ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിദ്യാലയം തുടങ്ങുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സമയമാണ്. സ്വന്തമായ സ്ഥലമില്ല, കെട്ടിടമില്ല. അങ്ങനെയാണ് വലിയകും ദാറുസ്സലാം മദ്രസയിൽ ഹാളിൽ വെച്ച് ഈ വിദ്യാലയം തുടക്കം കുറിച്ചത്. അതിന് 2ാമത്തെ വർഷമാണ് സ്വന്തമായി സ്ഥലം ലഭിച്ചത്, വിദ്യാലയത്തോട് സ്ഥലം ലഭിച്ചത്. എന്നിട്ട് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഈ വിദ്യാലയത്തിന് വേണ്ടി സ്വന്തമായി കെട്ടിടമുണ്ടാക്കി. അന്നത്തെ അതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്ത അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാപ്പുട്ടി ഹാജി, അതുപോലെ അതിന് മുന്നത്തെ പ്രസിഡന്റായിരുന്ന മൊയ്തീൻകുട്ടി സാഹിബ്, അത് വൈദ്യർ, അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കൾ, പുല്ലാനൂർ ബാലൻ നായർ, വലിയകുന്ന് ശ്രീ പത്മനാഭൻ നായർ, സഖാവ് വേലു, ഔറാങ്ക, അതുപോലെ വാപ്പു മാഷ്, സൈനുദ്ദീൻ മാഷ്, അങ്ങനെ നിരവധി ആളുകൾ, പത്മനാഭ മാഷ് അടക്കമുള്ള നിരവധി പേരുടെ ആശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ടാണ് സ്വന്തമായ ഭൂമിയും കെട്ടിടവും ഉണ്ടാക്കി 1977-78 കാലഘട്ടത്തിൽ ഇരുമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർണ്ണമായ രീതിയിൽ യാഥാർത്ഥ്യമായത്. അന്നത്തെ ആദ്യത്തെ SSLC ബാച്ചാണിത്. 1ാമത്തെ ബാച്ച് ഇരുമ്പത്ത് സ്ഥലമില്ലാത്തത് കാരണം വളാഞ്ചേരി ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയത്. 2ാമത്തെ ബാച്ച് വിദ്യാർത്ഥികളാണ് പൂർണ്ണമായും അവിടെ പഠിച്ചുകൊണ്ട് ഇരുമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ ആദ്യമായി SSLC പരീക്ഷ എഴുതിയത്. അന്ന് തുടക്കത്തിൽ 47% റിസൾട്ട് മാത്രമാണ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നത്. അതിന്റെ തൊട്ട് ശേഷം മുതൽ പടിപടിയായി ഉയർത്തി ഏകദേശം ഈ കഴിഞ്ഞ വർഷം 100% വിജയത്തോടു കൂടിയാണ് ഇരുമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ അതിന്റെ SSLC റിസൾട്ട് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിക്കും നല്ല റിസൾട്ട് വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, MLA, MP ഇവരുടെ എല്ലാം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിന് നിരവധി കെട്ടിടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നില അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി ഇരുമണി ഗവൺമെന്റ് ഹൈസ്കൂൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിദ്യയുടെ ആദ്യാക്ഷരം നുകർന്നുകൊണ്ട് ഈ വിദ്യാലയത്തിൽ പടിയിറങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ ജോലി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആ കുട്ടികളുടെ ഒരു 2ാമത്തെ ബാച്ചിന്റെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ വെച്ച് നടന്നത്. ഇതിൽ ഞങ്ങൾ പ്രതീക്ഷയിൽ കൂടുതൽ ആളുകളിൽ പങ്കാളിത്തം കഴിഞ്ഞു. പലരും വിദേശത്ത് നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ വളരെ സന്തോഷമാണ്. അതുപോലെ ഇരുമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്നെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാവിധ സഹായങ്ങളും സംഭാവനകളും ഞങ്ങൾ നൽകും. ഞങ്ങളുടെ വിദ്യാലയം ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് മുന്നോട്ട് നയിക്കാൻ ഞങ്ങളുടെ എല്ലാവിധ സഹകരണവും സഹായം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ സാധിക്കും. സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ ഗുരുദാസന്മാർക്ക് ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നു. പാടില്ല എന്ന് പ്രത്യേക നിബന്ധന ഞങ്ങളെ കൂടുന്ന സമയത്ത് തന്നെ കൊടുത്തതുകൊണ്ട് അധികം പറഞ്ഞ് വീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആദ്യമായി വേദിയിലേക്ക് നമ്പ്യാത്ത ഭാഷയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മള് ആഗ്രഹിച്ച ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവരും എത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ രജിസ്ട്രേഷനിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷെ എന്തെങ്കിലും നമുക്ക് പറയാൻ തയ്യാറുള്ളതും മണിക്കൂറുകളോളം പറയാൻ കഴിവുള്ളവരും നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ആളുകൾ മാഷാണ്. പിന്നെ അബ്ദുറഹ്മാഷ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള പ്രസംഗമല്ല. നമ്മളെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പാഠ്യേതര പദ്ധതികളിൽ അബ്ദുറഹ്മാഷ് പാട്ടാ പാടുക. അപ്പൊ ഇവിടെയും നമ്മൾ പാഠ്യേതര പദ്ധതി ഇല്ലാത്തതുകൊണ്ട് അബ്ദുറഹ്മാഷ് പാട്ട് പാടിയാണ്. നിങ്ങളും എന്റെ ഒപ്പം ഇരിക്കണ വേദിയിലുള്ളവരൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാകുന്ന പോലെ സമന്മാരായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളെക്കാട്ടിൽ ലേശം നീരായിക്കോട്ടെ വിചാരിച്ചാൽ നിങ്ങൾ ഇരുന്ന് കേട്ടോളൂ. ഞാൻ നിന്ന് 2 വാക്ക് പറഞ്ഞിട്ട് എന്റെ പ്രസംഗമൊന്നുമില്ല. പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രകർഷകനുള്ള സംഘമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിച്ചേരലാണ്. അതിപ്പോ നടക്കില്ല. അപ്പോ കുറച്ച് നിങ്ങളായിട്ടുള്ള ആ ബന്ധം ഒന്ന് പുതുക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങളെ ഒന്നിച്ചിങ്ങനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. ആ സന്തോഷം ഞാനും അനുഭവിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഔദ്യോഗികമായിട്ട് ഈ
വേദി ഉദ്ഘാടനം ചെയ്ത ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ച എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. പിന്നെ അധ്യക്ഷൻ ഞാനിവിടെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി പറയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട അനുഭവത്തിൽ ഞാൻ വന്നാൽ പാടണമെന്നോ ആടണം എന്തൊക്കെ പറഞ്ഞു. സത്യത്തില് ആ പാട്ടിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് കുറെ പരിഗണനകളൊക്കെ കിട്ടി. അടുത്തു നിന്നുള്ള പലരും കാണാൻ വരികയാണ്. പുതിയ സ്കൂള്, പുതിയ അധ്യാപകര് ആദ്യം വരുന്നത് ഞാനാണ്. മമ്മൂട്ടി മാഷ് എന്നെ അവിടെ എത്തി. പുള്ളി ഒരു 3 ദിവസത്തിനാണ് മുങ്ങി. ഇനിയുള്ള ശിഷ്ടകാലം എന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള മനോഹരമായ ഈ നിമിഷങ്ങളിലേക്ക് ഒരു പങ്കാളിയാവാൻ എന്നെ കൂടെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ മുഹമ്മദ് അലി, മുസ്തഫ അവരെയും ഇതിൻ്റെ സംഘാടകരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. എന്നെ കൂടുതലായി ആർക്കും പരിചയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം 6 മാസം മാത്രമാണ് ഞാനിവിടെ ഇരുമ്പിളിയം ഹൈസ്കൂളിൽ ജോലി ചെയ്തത്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. 77-ൽ MA പാസ്സായ ഉടനെ തന്നെ ഞാൻ ഈ മൈക്ക് ഇവിടെ വരാനുള്ള കാരണമായിട്ട് 1-2 കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ്. പാസ്സായി ഉടനെ തന്നെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തു. 12ാമത്തെ ദിവസത്തേക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കാർഡ് വന്നു. ഇരുമ്പിളിയം ഗവൺമെൻറ് സ്കൂളിൽ ഒരു പാർട്ട് ടൈം അധ്യാപകൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചാലഞ്ച് എന്നുള്ളതൊക്കെ എൻ്റെ വീട് യൂണിവേഴ്സിറ്റി അടുത്ത് ചാളാരിയാണ്. ഞാനും ഒരു ഈ സ്ഥാനാർത്ഥിയായിക്കൊണ്ടതിന് ഉദ്യോഗാർത്ഥിയായിക്കൊണ്ടതിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പുരുഷോത്തമൻ പിള്ള എന്ന് പറയുന്ന ഒരാളാണ് ഹെഡ് മാസ്റ്റർ. മുഹമ്മദ് മാഷുണ്ട്, അബ്ദുൽ മാഷുണ്ട്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിന് എന്നെ പോലെ തന്നെ വേറെ 2 പേര്, ഒരു മൊയ്തീനും കുഞ്ഞോളും, അങ്ങനെ ഞങ്ങൾ 3 പേരാണ്. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയപ്പോൾ ബേസിക്കലി ഞാനൊരു കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. BSc കെമിസ്ട്രി PSMO കോളേജിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ MAക്ക് പോയതാണ്. അപ്പോൾ പുരുഷോത്തമുള്ള സാറും മുഹമ്മദ് സാറും പരീക്ഷത്തിലെടുക്കാം. അന്ന് സുമാരമാഷുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുപ്പിക്കാം, പിന്നെ അറബിക്ക് എടുപ്പിക്കാം. അപ്പോൾ ഒരുപാടെ കൊണ്ട് തന്നെ എല്ലാ ചെണ്ടയും കൊട്ടിക്കാം എന്നുള്ള ഒരു ഒന്ന്. ലോകത്തിന് പോയാലും സമദ് സാർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടായിരിക്കും. മിനിയാന്ന് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏതാണ്ട് ഒരു 100 ആളുകളുടെ ക്യൂ ഉണ്ട്. അതൊക്കെ കവച്ച് വെച്ച് 1.5 മണിക്കൂർ ക്യൂ നിന്ന് അവശനായി, പരസ്യപരമായിക്കാണല്ലോ, അവശനായി ഹാളിലേക്ക് ചെന്നപ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറിന്റെ എഴുന്നേറ്റ് നിന്ന് സാർ സമദ് സാറുണ്ട്, ഞാൻ TMG കോളേജിൽ സാറ് പഠിപ്പിച്ച ഫൗസിയ. അപ്പൊ നമുക്കുണ്ടാക്കുന്ന ആ ആളുകളുടെ ഇടയിൽ ഒരു കുട്ടി എഴുന്നേറ്റുന്ന, ഒരു ഉദ്യോഗസ്ഥ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഒരു അധ്യാപകന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള ആഗ്രഹം. ഈ ഫംഗ്ഷൻ എനിക്കെന്തോ വല്ലാത്ത ഭ്രമമാണ്. ഇതിപ്പോൾ ഈ അടുത്ത കാലത്താണത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നത്. എല്ലാ സ്കൂളിലും എല്ലാ ബാച്ചുകളും മാറി മാറി ഫംഗ്ഷനാണ്. ഇത് വളരെ നല്ലൊരു ഫംഗ്ഷനായിട്ട് എനിക്ക് അന്ന് മുതലേ അഭിപ്രായത്തിൽ ഇത്രയും ചെയ്തു തന്ന ഈ നമ്മുടെ മക്കൾക്ക് ഈശ്വരാനുഗ്രഹം, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ ഇരുമ്പിളിയത്തെ ഇരുമ്പാക്കി മാറ്റിയ നമ്മുടെ അധ്യാപക വൃന്ദത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് പറയണം എന്നുള്ള നിലക്കാണ് ഞാൻ ഇവിടെ നിന്നത്. അവരുടെയൊക്കെ കുറേ അടികൊണ്ട എന്നെ അടിച്ചൊരു കൂട്ടത്തിലിരിക്കുന്നുണ്ട്. സന്തോഷം മോമൻറ്റി മാഷ് എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിയാണ്. ഇന്ന് ഓർക്കുന്നു ആ അടിയൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആവാനുള്ളൊരു കാരണം എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അപ്പൊ സമദ് മാഷാണ് ഏറ്റവും ചെറുപ്പമായിട്ട് കണ്ടത്. സമദ് മാഷ് നമുക്ക് കെമിസ്ട്രി എടുത്തിട്ടുണ്ട്, അരിക്കുട്ടി മാഷ് വരുമ്പോഴും അറബിക്കിട്ടില്ല മാഷ്, പിന്നെ അരിക്കുട്ടി മാഷ് ആണ് അറബിക്കിട്ടത്. ആദ്യത്തെ അധ്യാപകൻ മോമൂട്ടി മാഷായിരുന്നു. വലിയൊന്ന് ഞാൻ മദ്രസയില് അന്ന് നമ്മുടെ മുന്നേ ഒരു ബാച്ച് ഉണ്ട്. പക്ഷെ ആ ബാച്ചിനെ ആദ്യത്തെ ബാച്ചായി അംഗീകരിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസം. ആശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഇത്രയും ആളുകൾ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. നമുക്കറിയാം, വലിയൊന്ന് മദ്രസയിൽ തുടങ്ങി ഇരുമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന്
അവിടുന്ന് ആദ്യത്തെ SSLC ബാച്ചിൽ നമ്മൾ പരീക്ഷ എഴുതി പുറത്തു പോയവരാണ്. ജീവിതത്തിന്റെ വിവിധ മേഖലകളും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ എങ്ങനെ ഇത്ര ആൾ ഒരുമിച്ച് കൂടി എന്നുള്ളത് വളരെ അത്ഭുതമായി തോന്നുകയാണ്. എന്നാലും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞല്ലോ. അന്ന് 10ാം ക്ലാസ്സിൽ ഫോട്ടോ എടുത്ത് തിരിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ഫോട്ടോ എടുപ്പിന് വേണ്ടിയാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അപ്പൊ അന്നും ഇന്നുമുള്ള അമ്പലത്തിനിടയിൽ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. നാം അതിനുശേഷം ജോലി നേടി, വിവാഹം കഴിച്ചു, കുടുംബജീവിതം നയിച്ചു. അങ്ങനെ മക്കളും കുട്ടികളുമായ ഒരു വലിയ കുടുംബമായി നടന്നുകൊണ്ട അവസരത്തിൽ നമുക്ക് ഇപ്പോഴും നമ്മുടെ അധ്യാപകന് മുന്നിൽ ആ പഴയ കുട്ടികളായി അവരുടെ മുന്നിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള വിഷയമാണ്. അതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ ഈ ഉണ്ടാവണം. എല്ലാവരുടെയും സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കണം, പങ്കുചേരണം, ഇടയ്ക്കൊക്കെ അന്വേഷിക്കണം, വിളിക്കണം, വിവരങ്ങൾ തിരക്കണം. അതുപോലെ അധ്യാപകന്മാരെയും അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം, അവരുമായി നമ്മൾ എപ്പോഴും ബന്ധപ്പെടണം. ഇതിനും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.